ഹൈദരാബാദി ബിരിയാണി. പേര് ഹൈദരാബാദി എന്നാണെങ്കിലും നമുക്ക് മലയാളികൾക്ക് മുഴുവൻ ഇഷ്ടമാണ്. നല്ല സ്പൈസി ആയിട്ട് ബസ്മതി റൈസിൽ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഒതൻറ്റിക് സ്റ്റൈലിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം ആവശ്യമായ സ്പൈസസ് കൂടി നമുക്ക് ചേർക്കാം. ഹോൾ സ്പൈസസിനെ കൂടാതെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ കൂടി നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പച്ചമുളക് ചതച്ചതും, പുതിനയിലയും മല്ലിയിലയും 2 പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഫ്രൈഡ് ഓനിയനാണ്. ഒരു 2 കപ്പ് ഫ്രൈഡ് ഓനിയൻ ആവശ്യമായിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഫ്രൈഡ് ഓനിയനും കൂടി ഇട്ടതിന് ശേഷം ഒരു 200 ഗ്രാം തൈര്, അധികം വെള്ളമില്ലാത്ത കട്ടിയായിട്ടുള്ള തൈര് കൂടി ചേർക്കുക. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയല്ല, നമുക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതൊന്നും നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ മാരിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത്, ഒത്തിരി സമയമൊന്നും വയ്ക്കേണ്ട, ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസിലേക്ക് ഇതുപോലെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങാനീര്, ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ഈ റൈസിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ആ നാരങ്ങയുടെ ബാക്കി വന്ന തൊണ്ടും നമുക്ക് ആ റൈസിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു പിടി പുതിനയിലയും മല്ലിയിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഈ റൈസിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 5 ലിറ്റർ വെള്ളം ആവശ്യമായിട്ട് വരും. ഈ അരി നമുക്കൊരു 60% മാത്രം വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ ഈ കാണുന്ന പോലെ അരി ഒരു 60% മാത്രം വേവിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഓരോ ലെവലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. റൈസ്, ഫ്രൈഡ് ഓനിയൻ, വീണ്ടും അതിൻ്റെ മുകളിലുള്ള റൈസ്, പിന്നെ വീണ്ടും ഫ്രൈഡ് ഓനിയൻ. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. അതോടൊപ്പം തന്നെ നാച്ചുറൽ കളറിനായിട്ട് കുറച്ചൊരു പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇതുപോലെ ലിക്വിഡാക്കി നമുക്ക് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബിരിയാണിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബിരിയാണി ഇനി ദമ്മ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ഹൈദരാബാദി ബിരിയാണി ഇങ്ങനെ ഒരു പാനിന് മുകളിൽ ആ പാത്രം വെച്ചിട്ടാണ് ദമ്മ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷമുള്ള ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്ക് ബിരിയാണി ഇതുപോലെ ദമ്മ് ചെയ്തെടുക്കാം. അപ്പോൾ 15-25 മിനിറ്റിന് ശേഷം നിങ്ങൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റൈസും ചിക്കനും എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് കിട്ടും. ഇതാണ് ഒതൻറ്റിക് സ്റ്റൈലിലുള്ള ഹൈദരാബാദി ബിരിയാണി. കണ്ടില്ലേ, ആ ചിക്കനെല്ലാം എത്ര നന്നായിട്ടാണ് കുക്കായിരിക്കുന്നതെന്ന്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ആ ബിരിയാണിയുടെ അരികളെല്ലാം എത്ര മനോഹരമായ കളറാണ്. വെള്ളയും മഞ്ഞയും കലർന്ന കളറിൽ ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപാര ടേസ്റ്റാണ്.